ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2018 ഒരു മിസ്റ്ററി, ഒരു ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദ ഡിഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ക്ലൈമാക്സിൽ നമ്മളെ ഞെട്ടിക്കുന്ന ടെസ്റ്റുകളുള്ള ഒരുപാട് മൂവികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെയും ആ ഒരു കഥയിൽ എന്താണെന്ന് നമ്മളെ കൊണ്ട് തന്നെ അവർ ചിന്തിപ്പിച്ച് അവസാനം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിരുന്ന മൂവി. അതുപോലുള്ളൊരു മൂവിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള റോണൻ, അവനിപ്പോൾ 15 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ 15 വർഷങ്ങൾക്ക് മുന്നേ നല്ല രീതിയിൽ മദ്യവെച്ച് തൻ്റെ കാമുകിയെ കൊന്ന കേസിനാണ് അവനെ 15 വർഷം ജയിലിൽ അടച്ചിട്ടുള്ളത്. അങ്ങനെ 15 വർഷം കഴിഞ്ഞ് അവൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാടെല്ലാം പിടിച്ച് കേടായി കിടക്കുന്ന തൻ്റെ വീടാണ് കാണുന്നത്. അതുമല്ല, വീടിനകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ അവൻ ബാക്കി വെച്ചിരുന്ന മദ്യമെല്ലാം ഒഴിച്ചു കളയുന്നു. കാരണം ഇതാണ് തൻ്റെ കാമുകിയെ കൊല്ലാനായിട്ടുള്ള ആ ഒരു കാരണം. അതുമല്ല, അത്രയും വർഷങ്ങൾക്ക് മുന്നേ അവൻ ഏത് രീതിയിൽ കുടിച്ചിരുന്നെന്ന് ചോദിച്ചാൽ അവൻ്റെ കാമുകിയെ കൊന്നതിന് ശേഷം അവളുടെ ശരീരം എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് പോലും അവൻ അറിയാത്ത രീതിയിലാണ് അവൻ അന്ന് കുടിച്ചിരുന്നത്. അങ്ങനെ ഈ ഒരു 15 വർഷം കഴിഞ്ഞിട്ടും അവനുള്ള ഒരു കുറ്റബോധം ഇതുവരെ മാറിയിട്ടില്ല. അവന് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ തൻ്റെ കാമുകിയെ കൊന്നതുകൊണ്ട് ആ ഒരു കുറ്റബോധം എപ്പോഴും അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി ഒരു വിധത്തിൽ അവനെ കിടന്നുറങ്ങി. അടുത്ത ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിന് വെളിയിൽ എന്തോ കാർ വന്നതുപോലെ ഒരു ശബ്ദം. വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു കാർ കിടപ്പുണ്ട്. അതേപോലെ തന്നെ 2 പേര് കാറിൽ നിന്നും വീടിൻ്റെ പുറകിലേക്ക് പോകുന്നത് പോലെയും. ഇതാരാണെന്നറിയാൻ വേണ്ടി അവൻ നേരെ അവിടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കും, അങ്ങനെ ഹീറോ പുറകിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവൻ്റെ വീടിൻ്റെ പുറകിലായിട്ട് ഒരു ചതുപ്പ് നിലമുണ്ട്. അതിൽ ഒരുപാട് കൊടികളെല്ലാം പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നു. ഇതാരാ ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്ത് 2 പേര് എന്തോ ഒരു കുഴി എടുക്കുന്ന പോലെയാണ് കാണുന്നത്. ഒരു വയസ്സായിട്ടുള്ള ഒരാളും അതേപോലെ തന്നെ അയാളുടെ മകളും. അങ്ങനെ അവരെ കാണുന്നതും ഹീറോ പെട്ടെന്ന് അവിടെ താഴെ കിടന്നിട്ട് ഒളിച്ചു കിടന്ന് നോക്കുമ്പോഴത്തേക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇവർ 2 പേരും ആരാണെന്ന് വെച്ചാൽ ഹീറോ കൊന്നല്ല തൻ്റെ ഗേൾ ഫ്രണ്ടിനെ. ആ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ അച്ഛനും സഹോദരിയാണ്. ആ അച്ഛൻ്റെ പേര് ഷോൺ, സഹോദരി റോബർട്ടോ. ഇവർ 2 പേരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഈ ഒരു കുഴിയെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോ അവൻ്റെ കാമുകിയെ കൊന്നിട്ട് ഈ ഒരു സ്ഥലത്താണല്ലോ കുഴിച്ചിട്ടത്. ആ ഒരു ബോഡി ഇതുവരെ ഇവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ 2 പേരും ആ ഒരു ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും ഇങ്ങനെ കുഴിച്ചു നോക്കുന്നത്. അങ്ങനെ അവർ പോകുന്നത് വരെ ഹീറോ അവിടെ ഒളിച്ചു കിടന്നിട്ട് അവർ പോകുന്നതും ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ചതുപ്പ് നിലത്തിലും മുഴുവനായിട്ടും അയാൾ പല കുഴികളെടുത്തിട്ടുണ്ട്. അത് 15 വർഷമായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ അത്രയും കുടിച്ചത് കൊണ്ട് അവൻ്റെ കാമുകിയുടെ ശരീരം എന്താണ് ചെയ്തതെന്ന് പോലും അവൻ ഇപ്പോഴും വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ കാണാനായിട്ട് മർഫി എന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരൻ വരികയാണ്. ഈ ഒരു ഏരിയയിലെ ഒരു പോലീസുകാരനാണ് അയാൾ. അതുപോലെ അതെ, ഷോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, ആ ഒരു അപ്പൂപ്പൻ്റെ സുഹൃത്തും. അപ്പോൾ തൻ്റെ മകളുടെ ശരീരം എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഹീറോ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യം ഷോൺ അറിഞ്ഞു. അത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സുഹൃത്തിനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, സോറി സാർ, എനിക്കറിയത്തില്ല. അറിയെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞേനെ. എന്തായാലും ഈ ഒരു സ്ഥലവും വീടെല്ലാം വിറ്റിട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അതുകൊണ്ട് അവരോട് ഇതെല്ലാം നിർത്താൻ പറയും എന്നും പറഞ്ഞ് പിന്നീട് നമ്മുടെ ഹീറോ കുളിക്കാനായിട്ട് പോവാണ്. അങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം ചെളി കലങ്ങിയിട്ട് വന്ന് വീഴുന്നതും അത് ശരിയാക്കാൻ വേണ്ടി വീടിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്താണ് അവൻ്റെ പഴയ ഫോട്ടോസ് എല്ലാം അവനിങ്ങനെ കാണുന്നത്. അത് കണ്ട് നല്ല രീതിയിൽ ഫീലായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആ സഹോദരി റോബർട്ട് ഉണ്ടല്ലോ, അവളെ കാണാനായിട്ട് വീടിന് വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഹീറോ റോബർട്ടെ കാണുമ്പോൾ തന്നെ ഹേയ്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പെട്ടെന്ന് എൻ്റെ സഹോദരിയെ കൊന്നിട്ട് നിനക്ക് എത്ര ധൈര്യമുണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് എന്നും പറഞ്ഞ് അവൾ സംസാരിക്കാൻ താല്പര്യമില്ലാതെ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഹീറോ ചെയ്ത തെറ്റെന്താണെന്ന് അവൻ അറിയാം. എന്നിരുന്നാലും അവൻ പറയും, പ്ലീസ് നിങ്ങളുടെ അച്ഛനെ വിളിച്ച് ഈ ഒരു സ്ഥലത്ത് നിന്ന് പോകണം എന്ന് പറയുന്നതും അവൾ അതൊന്നും കാര്യമാക്കാതെ അവളുടെ അച്ഛന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫുഡും എടുത്ത് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ റോബർട്ട് ആണെങ്കിലും 15 വർഷമായിട്ട് അവളുടെ അച്ഛനോടൊപ്പം തന്നെ ആ ഒരു സഹോദരിയുടെ ശരീരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ റോബർട്ട് ആണെങ്കിലും അവളുടെ അച്ഛന് വേണ്ടിയിട്ട് ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, എൻ്റെ സഹോദരിയെ കൊന്ന് അവൻ എന്നോട് സംസാരിക്കാനായിട്ട് വന്നു, ഈ ഒരു സ്ഥലം വിട്ട് പോകാനായിട്ടാണ് അവൻ പറയുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഷാൺ ആണെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കാതെ ചെയ്യുന്ന ജോലി താൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ആ വീടിൻ്റെ പുറകിലുള്ള ആ ഒരു കിണർ വൃത്തിയാക്കാനായിട്ട് അവൻ ഇങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. കാരണം ഈ ഒരു ചെളിയാണ് അവൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പൈപ്പിലൂടെ വന്നത്. അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി അവൻ ആ ഒരു കിണറിലേക്ക് ഇറങ്ങുന്നതും താഴെയാണെങ്കിൽ നല്ല ചെളിയായിട്ട് കിടക്കുന്നു. എന്താണ് ചെയ്തൊരു ചതുപ്പ് നിലമാണല്ലോ. അങ്ങനെ അവൻ ആ ഒരു കിണറും വൃത്തിയാക്കി കയറ് പിടിച്ച് മുകളിലേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു കയറ് പൊട്ടി അവൻ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ ഹീറോ ഒരു വിധത്തിൽ ആ ഒരു കിണറിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും കയറി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കയറ് ആരോ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇത് കാണുന്നതും
ഇത് ഷാൺ ആയിരിക്കും ചെയ്തതെന്നും പറഞ്ഞിട്ട് ഷാണിനെ കാണാനായിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹീറോയെ ഷാൺ കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി വന്നിട്ട് ഹീറോയെ നല്ല രീതിയിൽ അടിച്ച് ഷോണിൻ്റെ പോക്കറ്റിൽ നിന്നും അവൻ്റെ മകളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത്, ഇവളുടെ ശരീരം നീ എവിടെയാണ് കുഴിച്ചിട്ടേക്കുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ആണെങ്കിൽ അടി ഒരുപാട് കൊണ്ടിട്ട് പെട്ടെന്ന് തിരിച്ച് ഷോണിനെ അടിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, അന്ന് ഞാൻ ഒരുപാട് കുടിച്ചത് കൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല, അറിയെങ്കിലും ഞാൻ എപ്പോഴേ പറഞ്ഞേനെ എന്ന് പറയുമ്പോൾ ഷോൺ പറയും, ഇല്ല ഞാൻ ഇത് ഒരിക്കലും അവസാനിപ്പിക്കില്ല, എൻ്റെ മകളുടെ ശരീരം കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ ഇവിടെ കുഴിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ വീടിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരു ഷവലും എടുത്ത് ഇപ്പോൾ ഷോണിൻ്റെ നേരെ നടന്നു വരികയാണ്. അവനെ അടിക്കാനാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല, ഹീറോ വന്ന് ഹീറോയും അവിടെ ഒരിടത്ത് ഇങ്ങനെ കുഴിയെടുക്കും. എന്താണെന്ന് വെച്ചാൽ ഹീറോ പറയും, അവളുടെ ശരീരം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നുള്ള രീതിയിൽ അവനിങ്ങനെ കുഴിയെടുക്കുന്നതും റോബർട്ടയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ പെട്ടെന്ന് വന്നിട്ട് അവളുടെ അച്ഛനോട്, അച്ഛൻ അവൻ എന്താ ഇവിടെ ചെയ്യുന്നത്, ഈ ഒരു കൊലയാളിയാണോ, അവനോട് പോകാൻ പറ പ്ലീസ്, എനിക്ക് അവനെ കാണുന്നത് പോലെ ഇഷ്ടമല്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ല മോളെ, നിന്റെ സഹോദരിയുടെ ശരീരം കണ്ടുപിടിക്കാനായിട്ട് അവന് മാത്രമേ അറിയൂ, കാരണം അവളെ കുഴിച്ചിട്ടിരിക്കുന്നത് എവിടെയാണെന്ന് അവനെ അറിയത്തുള്ളൂ, അതുകൊണ്ട് അവനത് ചെയ്യട്ടെ എന്ന് പറയുന്നതും റോബർട്ടയ്ക്ക് എന്തായാലും സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ആ ഒരു ഇൻസ്പെക്ടറിനെ പോയി കണ്ടിട്ട് അയാളോട് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഹീറോയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് പറയും. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, സോറി മോളെ, അതൊരിക്കലും കഴിയത്തില്ല, കാരണം അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ എന്തായാലും അവൻ അനുഭവിച്ചു, അതുപോലെ ഈ ഒരു സ്ഥലവും വീടും അത് അവൻ്റേതാണ്, അതുകൊണ്ട് നമുക്ക് അവനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഷോണിനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ചതുപ്പ് നിലത്തിന് നടുവിലായിട്ട് ഒരു ചെറിയ മരം നിൽപ്പുണ്ട്, അതിൽ നിന്നും ഒരു പ്രത്യേകതരം ചെറിയുണ്ട് അതിപ്പിച്ച് ഒരു കുപ്പി വെള്ളത്തിലേക്ക് ഇങ്ങനെ കലർത്തിയിട്ട് അത് നമ്മുടെ ഹീറോയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് പറയുന്നത്, ഇതെല്ലാ ദിവസവും നീ കുടിക്ക്, പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിക്കുക, എന്നിട്ട് എൻ്റെ മകളെ കണ്ടുപിടിച്ച് തരേണ്ടത് നീയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ആ ഒരു വെള്ളം കുടിച്ച് അന്നത്തെ ദിവസം ഒരുപാട് കുഴിയെടുക്കുന്നു. അങ്ങനെ ഒരുപാട് നേരം അത് ചെയ്ത് നല്ല രീതിയിൽ ക്ഷീണിച്ച് തിരിച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയുള്ള ചുമരിൽ അവനൊരു കൊലയാളി എന്നും പറഞ്ഞിട്ട് ആരും ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു നാട്ടിലുള്ള ആരൊക്കെയോ അവനൊരു കൊലയാളിയായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം റോബർട്ടോ ഇപ്പോൾ ഹീറോയെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേ, ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്, ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും, ഹേയ് ഒന്നും നീ ചെയ്യണ്ട, എൻ്റെ അച്ഛൻ ഇത്രയും കാലം ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹം ആ ഒരു കുഴി എടുക്കുന്നത് കൊണ്ടാണ്, അതുകൊണ്ടാണ് എൻ്റെ ജോലി പോലും വിട്ട് ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത്. നീയാണെങ്കിലോ ഞങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു വേദന ഇതിന് മുന്നേ തന്നെ തന്നിരുന്നു, ഇനിയും ഞങ്ങളെ വേദനിപ്പിക്കാണ്ട് ഒന്നും ചെയ്യരുത്, പ്ലീസ് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നത് നമ്മുടെ ഷോണിനെ കാണിക്കുമ്പോഴത്തേക്ക് അവനിപ്പോൾ ഈ ഒരു ചതുപ്പ് നിരത്തിനടുത്തായിട്ട് ഒരു ഷെഡെല്ലാം ഇട്ടിട്ട് അതിൽ മാപ്പെല്ലാം വരച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ എവിടേക്കാണ് കുഴി കുഴിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഷോൺ അതെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഒരിടത്ത് നിന്ന് ഒരു കൊടി ഊരി മറ്റൊരിടത്തേക്ക് ഇങ്ങനെ കുത്തുന്നു. ഇത് കാണുന്നതും ഷോൺ ഓടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് നീ എന്താ ചെയ്യുന്നത്, കുഴി മാത്രം എടുത്താൽ മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിങ്ങനെ ദേഷിച്ച് രണ്ടുപേരും രണ്ട് വശത്തായിട്ട് നിന്ന് കുഴി അങ്ങനെ എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ കുഴിക്കുന്നിടത്ത് എന്തോ ഒരു തലയോട്ടിൽ തട്ടുന്നത് പോലെ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നതും ഷോൺ പെട്ടെന്ന് ഹേയ് എന്താ അതെന്ന് പറഞ്ഞിട്ട് ഓടി അവൻ്റെ അടുത്തേക്ക് വന്ന് അതെന്താണെന്ന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അത് അവൻ്റെ മകളുടെ തലയോട്ടിയൊന്നുമല്ല, അത് വേറെ ഏതൊരു മൃഗത്തിൻ്റെ തലയോട്ടിയാണ്. അങ്ങനെ ഇത് കാണുന്നതും ഷോണിന് നല്ല വിഷമായിട്ട് അവനിങ്ങനെ കരയുന്നതും നമ്മുടെ ഹീറോ പറയും, എനിക്കൊന്നും ഓർമ്മയില്ല, അവസാനമായിട്ട് അവളെ കാണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല വഴക്കിലായിരുന്നു, പിന്നീട് വീട് വിട്ട് പോകുന്നെന്ന് പറഞ്ഞ് അവൾ പോയി, അത്രമാത്രമേ എനിക്കറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഷോൺ പറയും, അവസാനമായിട്ട് എൻ്റെ മകള് നിന്നോടൊപ്പമാണ് ഉണ്ടായിരുന്നത്, നിൻ്റെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവളെ ഒരിക്കലും കണ്ടിരുന്നില്ല, നിന്റെ നഖത്തിലാണെങ്കിൽ അവളുടെ സ്കിന്നും കണ്ടുപിടിച്ചിരുന്നു, ഇതല്ലാതെ നിനക്കൊന്നും ഓർമ്മയില്ല എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല എന്നാണ് അവനും പറയുന്നത്. അപ്പോൾ ഷോൺ പറയും, ഹേയ് ഇനി നീ അധികമൊന്നും മിണ്ടരുത്, മര്യാദയ്ക്ക് അവർ കുഴിയെടുക്കുമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നത് ഹീറോ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി തൻ്റെ വീടിനടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ റോബർട്ട് അവിടേക്ക് വരുന്നു. അപ്പോഴേക്കും അവളോട് ചോദിക്കും, പ്ലീസ് എനിക്ക് നിന്നോട് സംസാരിക്കണം, ആ ഒരു ബാറിൽ നമുക്ക് കണ്ടുമുട്ടിയാലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അപ്പോഴും അതിന് സമ്മതിക്കുന്നില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വീണ്ടും ഇവർ രണ്ടുപേരും ഈ ഒരു കുഴിയെടുക്കുന്ന സമയത്താണ് ആ ഒരിടത്തേക്ക് നമ്മുടെ റോബർട്ട് നടന്നു വന്ന് അവിടെയുള്ള ആ ഒരു മരം ഉണ്ടല്ലോ, ആ ഒരു മരത്തിലേക്ക് കുറച്ച് നേരം നോക്കിയിട്ട് നേരെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന്, അച്ഛാ ബാ ഇവിടെ തോണ്ടാന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഹീറോയും അവിടേക്ക് ചെന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ കുഴിയെടുക്കുകയാണ്. അങ്ങനെ കുറേ നേരം കുഴിച്ചിട്ട് ഇവർ പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഹീറോ നേരെ ആ ഒരു മരത്തിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതിലെന്തോ കൊത്തി വെച്ചേക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇവർ രണ്ടുപേരും 15 വർഷങ്ങൾക്ക് മുന്നേ അവരുടെ പേരിൻ്റെ ഫസ്റ്റ് അക്ഷരം അതിൽ കൊത്തി വെച്ചതാണ്. അങ്ങനെ അത് കുറച്ച് നേരം നോക്കിയിട്ട് അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ആ ഒരു ഷെഡിലേക്ക് ഷോണിനെ കാണാനായിട്ട് ഹീറോ ചെല്ലുമ്പോഴത്തേക്കും ഷോൺ പറയും, ബാ ഇരിക്കുന്നു പറയുന്നതും ഇപ്പോൾ ഷോൺ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചതുപ്പ് നിലത്തിൽ ആരുടെയെങ്കിലും ശരീരം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 1000 വർഷം കഴിഞ്ഞാലും അത് കേടാവാതെ അതിനകത്ത് തന്നെ ഉണ്ടാവും.
ഒരുപക്ഷേ എല്ലാം കൂടായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നിരുന്നാലും നമ്മൾ ഈ അന്വേഷിക്കുന്നത് ഒരിക്കലും നിർത്തരുത് എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ കൈയെല്ലാം പിടിച്ചിട്ട് എൻ്റെ മകളുടെ ശരീരം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ, അതുവരെയും നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയ്ക്ക് ഇത് കേട്ടിട്ട് നല്ല വിഷമായി. അങ്ങനെ ആ ഒരു മൺവെട്ടി എടുത്ത് നേരെ തൻ്റെ വീട്ടിലേക്ക് വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു മദ്യക്കുപ്പി ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ അത് കുടിക്കാമെന്ന് പറഞ്ഞ് കയ്യിലെടുക്കുമ്പോൾ അവൻ ഒരിക്കലും കുടിക്കത്തില്ല. ഇനി വേണ്ട, ഇതാണ് എൻ്റെ ജീവിതം തന്നെ ഈ ഒരു ലെവലിലാക്കിയത്, ഇത് കാരണമാണ് എൻ്റെ ജീവിതം ഈ ഒരു അവസ്ഥയിലായത് എന്നും പറഞ്ഞ് അത് കുടിക്കാതെ നേരെ ആ ഒരു മൺവെട്ടി എടുത്ത് വീണ്ടും പോയിട്ട് കുഴിയെടുക്കുകയാണ്. അങ്ങനെ കുഴിക്കുന്നു ഒരുപാട് നേരം കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ കൈയെല്ലാം പൊട്ടി. എന്നാലും അവൻ നിർത്തുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കൈയെല്ലാം പൊട്ടി രക്തം വരുന്ന സമയത്ത് അവൻ അത് വന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്കാണ് റോബർട്ട് ഈ ഒരു കാര്യം കണ്ട് അവൾക്കും ചെറിയൊരു വിഷമം വരുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ നേരെ വിളിച്ചുകൊണ്ട് പോയി അവൻ്റെ കൈയെല്ലാം ഇങ്ങനെ കെട്ടി വയ്ക്കുന്നു. എന്നിട്ട് അവൾ പറയും ഓക്കെ ശരി, പെട്ടെന്ന് അച്ഛൻ വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് പൊയ്ക്കോന്ന് പറയുന്നതും ഹീറോ നേരെ അവൻ്റെ കാമുകിയുണ്ടല്ലോ അവളുടെ റൂമിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ആ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നല്ല ഇതിൽ കരയും. അപ്പോൾ അവൾ പറയും ഹേയ് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോന്ന് പറഞ്ഞ് അവന് വെളിയിലേക്ക് പറഞ്ഞു വിടാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ ആ ഒരു ചതുപ്പ് നിലത്തിലേക്ക് ചെന്നിട്ട് ഒരുപാട് നേരം കരയുമ്പോഴത്തേക്കാണ് ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരുന്നത്. ഈ ഒരു ബെറീസ് ഷോൺ എന്തിനാണ് ആ ഒരു വെള്ളത്തിൽ കയർത്തി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബെറീസ് വെച്ചിട്ട് വൈൻ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഹീറോയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീറോ അത് ആലോചിച്ചിട്ടാണ് ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലതുപോലെ കുടിക്കണം എന്ന് പറഞ്ഞ് അടുത്തുള്ളൊരു ബാറിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് നല്ലതുപോലെ കുടിക്കുന്നു. പക്ഷേ അവൻ്റെ ബോധം പതിയെ നഷ്ടപ്പെടുന്നതല്ലാതെ പഴയ ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ആ ഒരു ഇൻസ്പെക്ടർ അയാൾ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് മനഃപൂർവ്വം ഹീറോയെ ഉപദ്രവിക്കാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ അയാളുടെ സുഹൃത്തും കൂടിയാണല്ലോ ഷാൻ. തൻ്റെ മകളെ നഷ്ടപ്പെട്ടതുകൊണ്ട് ആ ഒരു സുഹൃത്ത് ഈ 15 വർഷമായിട്ട് കഷ്ടപ്പെടുന്നത് കാരണം ഈ ഒരു പോലീസുകാരന് നല്ല ഇതിൽ ദേഷ്യം വന്നിട്ടാണ് ഹീറോയെ ഇപ്പോൾ അടിക്കുന്നത്. അതേപോലെ തന്നെ ആ നാട്ടിലുള്ള 1-2 പേരും അവനെ നല്ലതുപോലെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അടിയെല്ലാം കൊണ്ട് മുഖമെല്ലാം പൊട്ടിയിട്ട് അടുത്ത ദിവസം വീണ്ടും വന്ന് ഇവൻ ഈ ഒരു കുഴി എടുക്കുന്നതും ഇത് കണ്ട നമ്മുടെ ഷോൺ ആണെങ്കിലും ഒരു വല്ലാത്ത രീതിയിൽ കുറച്ച് നേരം അവനെ നോക്കി അയാളും ചെന്ന് കുഴിയെടുക്കാൻ തുടങ്ങാണ്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കാണ് ഷോൺ ഇപ്പോൾ ബഹളം വെക്കാൻ തുടങ്ങും. എന്താണെന്ന് നമ്മുടെ ഹീറോ എന്താണെന്ന് നേരെ അയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവനെടുത്ത ആ ഒരു കുഴിയിൽ നിന്നും എന്തോ ഒരു തുണി കിട്ടിയിട്ടുണ്ട്. അത് തൻ്റെ മകളുടെ തുണിയാണെന്നും പറഞ്ഞിട്ട് അതിങ്ങനെ വലിച്ചെടുക്കുന്നതും നമ്മുടെ ഹീറോയും ചെന്നിട്ട് അവനെ ഇങ്ങനെ സഹായിക്കുകയാണ്. അപ്പോഴേക്കും ഷോൺ പെട്ടെന്ന് ഹേയ് ഇതെൻ്റെ മകളുടേതല്ലേ, പറയടാന്നെല്ലാം പറയുമ്പോൾ ഹീറോ അങ്ങനെ ഒന്നും അറിയാതെ നിൽക്കുന്നതും ഷോണിന് പെട്ടെന്ന് ദേഷ്യം വന്ന് ആ ഒരു മൺവെട്ടി എടുത്ത് അവൻ്റെ തലയിലേക്കൊരു ഒറ്റയടി. ഹീറോയുടെ ബോധം പോയി. അത് കഴിഞ്ഞ് ഹീറോയ്ക്ക് ബോധമെല്ലാം വന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ നല്ലതുപോലെ ഇരുട്ടിപ്പോയി. അപ്പോൾ ഷോൺ ആണെങ്കിൽ ആ കുഴിക്കുന്നത് നിർത്തിയിട്ടുമില്ല. അപ്പോഴേക്കും ഹീറോ പറയും പ്ലീസ് എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതിന് പകരം ഒറ്റയടിക്ക് കൊന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഷോൺ പറയും ഒരിക്കലും ഞാൻ അത് ചെയ്തില്ല, ജീവിത അവസാനം വരെയും ഒരു കൊലയാളി എന്നുള്ള രീതിയിൽ അതാലോചിച്ച് നീ ജീവിച്ച് തീർക്കണം, അതാണ് നിനക്കുള്ള ശിക്ഷയെന്നും പറഞ്ഞിട്ട് അടുത്ത സീനിൽ തന്നെ തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആ ഒരു ഡ്രസ്സ് കൊടുത്ത് അത് പരിശോധിക്കാനായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ റോബർട്ടാ അവിടെ നേരെ ഹീറോയെ കാണാനായിട്ട് അവൻ്റെ വീട്ടിലടുത്തേക്ക് ചെല്ലുമ്പോൾ അവന് നല്ല പരിക്ക് പറ്റിയിരിക്കുന്നത് കാണുന്നതും അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, ആ ഒരു കാര്യം നിനക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ റോബർട്ട് പറയും അത് എനിക്കറിയാമെന്ന് പറയും. കാരണം ഇവരെല്ലാവരും ഒരേ ഏരിയയിലാണ് താമസിക്കുന്നത്. അങ്ങനെ വിഷമം കാരണം നമ്മുടെ ഹീറോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പതിയെ റോബർട്ടയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോഴത്തേക്കാണ് അവ അറിഞ്ഞുകൊണ്ടല്ല വെറുതെ ഒരു സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് ദേഷിച്ചിട്ട് ഹേയ് നീ ഇപ്പം എൻ്റെ കൈ പിടിക്കുകയാണോ എന്നെല്ലാം പറഞ്ഞ് എന്നിട്ട് അവനിങ്ങനെ അടിക്കാൻ തുടങ്ങുന്നതും അവനൊരു വിധത്തിൽ അവളെ പിടിച്ച് താഴേക്ക് കിടത്തുമ്പോഴത്തേക്കാണ് എന്തോ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ തോന്നിയിട്ട് പെട്ടെന്ന് അവനെ കിസ് ചെയ്യാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് രണ്ടുപേരും ഇങ്ങനെ മാറി നിന്നിട്ട് സോറി എന്നെല്ലാം ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോ നോക്കുമ്പോഴത്തേക്കും റോബർട്ടയുടെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് ഹേയ് ഇത് നിന്റെ സഹോദരിയുടെ ചെയിനല്ലേ, ഇതെങ്ങനെ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ റോബർട്ട് പറയും ഇതെൻ്റെ സഹോദരിയുടേതല്ല, ഇതെൻ്റെ അമ്മയുടേതാണ്, എൻ്റെ അമ്മയാണ് അവൾക്ക് കൊടുത്തത്, കുറച്ച് നാൾ മാത്രമേ അവൾ യൂസ് ചെയ്തിരുന്നുള്ളൂ, പിന്നീട് എൻ്റെ അമ്മയ്ക്ക് തന്നെ അവൾ തിരിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇവരുടെ അമ്മയാണെങ്കിലോ അവരുടെ മകൾ മരിച്ചതിന് ശേഷം ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ട് അത് കഴിഞ്ഞ് അവർ മരിക്കുമായിരുന്നു. എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് അച്ഛൻ പോലും അടുത്തില്ലായിരുന്നു. അച്ഛൻ ആ ഒരു സമയത്തും ഈ ഒരു കുഴി കുഴിക്കുന്ന തിരക്കിലായിരുന്നു. ഞാനാണ് എൻ്റെ അമ്മയോടൊപ്പം ഇരുന്ന് അമ്മയെ നല്ലതുപോലെ നോക്കിയത്. അമ്മ മരിക്കാറായിട്ടുള്ള അവസാന നിമിഷത്തിലാണ് ഈ ഒരു ചെയിൻ ഊരി എനിക്ക് അമ്മ തന്നത് എന്നെല്ലാം റോബർട്ട് ഇപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അയാളിപ്പോൾ വലിയ JCBയും കുറേ വണ്ടികളൊക്കെ ആയിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. കാരണം ആ ഒരു തുണി കിട്ടിയ സ്ഥലത്ത് തന്നെ അവളുടെ ശരീരം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഹേയ് വാറൻ്റ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വാറൻറ്റും ഇല്ല, വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ അധികാരവും എനിക്ക് ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളിത് നല്ലതുപോലെ ചെയ്യട്ടെ എന്നും പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോകുന്നതും ഇവിടെ നമ്മുടെ റോബർട്ടെ കാണിക്കുമ്പോൾ അവളാണെങ്കിലും നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. കാരണം ഇത്രയും 15 വർഷം തൻ്റെ സഹോദരിയുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ പെടുന്ന കഷ്ടപ്പാട് ഇതെല്ലാം ആലോചിച്ചിട്ട്
എന്നിട്ട് നേരെ മർഫി എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തല്ലേ, അച്ഛനോട് പറഞ്ഞൂടെ ഇതൊന്ന് നിർത്താനായിട്ട്, ഇനിയിപ്പോൾ കിട്ടിയിട്ടും ഒരു കാര്യമില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, അച്ഛാ ഇപ്പോൾ കിട്ടിയ ആ ഒരു തുണി ഒരിക്കലും സഹോദരിയുടേതല്ല, അവൾ അവസാനമായിട്ട് ഇട്ടിരുന്ന ആ ഒരു തുണി ഇതാണ് എന്നും പറഞ്ഞ് അവസാനമായിട്ട് അവർ രണ്ടുപേരും എടുത്ത ആ ഒരു ഫോട്ടോ എല്ലാം ഇയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ എത്ര പറഞ്ഞിട്ടും നമ്മുടെ ഷോൺ അതൊന്നും കേൾക്കത്തില്ല. അതേസമയം ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പോൾ ആ ഒരു ചതുപ്പ് നിലത്തിൽ നിൽക്കുകയാണ്. പോലീസുകാരാണെങ്കിൽ അവിടെ JCB എല്ലാം കൊണ്ടുവന്നിട്ട് എല്ലായിടവും കുഴിച്ച് നോക്കിയെങ്കിലും എവിടെയും അവർക്ക് കിട്ടുന്നത് പോലുമില്ല. അതുകൊണ്ട് രാവിലെ തന്നെ അവരവിടെ നിന്ന് തിരിച്ചും പോകുന്നു. അങ്ങനെ പോലീസുകാർ പോയതും ഹീറോ നേരെ ഷോണിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, വാ അവർ പോയി ഒന്നും കിട്ടിയിട്ടില്ല, നമുക്ക് പോയി നമ്മുടെ ജോലി ചെയ്യാമെന്നും പറഞ്ഞ് ഷോണിനെ വിളിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, ഇല്ല ഒരിക്കലും ഞാൻ നിന്നോടൊപ്പം വരത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, നിങ്ങൾ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവൻ പോയി ഇങ്ങനെ കുഴിയെടുക്കുകയാണ്. അപ്പോഴേക്കും ഇത് കണ്ട് നമ്മുടെ റോബർട്ട അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഇപ്പോൾ നിനക്കും ആ ഒരു ഭ്രാന്ത് പിടിച്ചോ നിർത്തുന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവനാണെങ്കിലും, ഇല്ല ഞാൻ നിൻ്റെ അച്ഛനെ പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇത് നിർത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ വീണ്ടും ഇങ്ങനെ കുഴിയെടുക്കും. അങ്ങനെ റോബർട്ട് നേരം തിരിച്ച് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെയും പറയുന്നുണ്ട്, അച്ഛാ പ്ലീസ്, ഈ പോലീസുകാർ വന്ന് അന്വേഷിച്ചിട്ട് പോലും അവിടെ ഒരു ശരീരം പോലും കണ്ടുപിടിച്ചില്ല, പിന്നെ എന്തെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ ഈ കുഴിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഷോൺ പറയും, നിനക്കങ്ങനെ പറയാൻ കഴിയുമെങ്കിലും എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല, കാരണം നിൻ്റെ സഹോദരി അവിടെ ഒറ്റയ്ക്കാണ്, എനിക്കത് കണ്ടിട്ട് എനിക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ കഴിയും, എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ അവളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആയാലും ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. അവനും ഇപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവിടെ എല്ലാം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഷാണിനാണെങ്കിലും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ എത്ര അന്വേഷിച്ചിട്ടും ആ ഒരു ബോഡി കിട്ടാത്തത് കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ആ ഷെഡിലുള്ള മാപ്പൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വലിച്ചു കീറി ആകെ ദേഷ്യപ്പെട്ട് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവൻ നേരെ അവിടെയുള്ള ആ ഒരു ബാറിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിൽ അവൻ്റെ സുഹൃത്ത് ആ ഒരു ഇൻസ്പെക്ടർ മർഫി ഇരിപ്പുണ്ട്. അപ്പോഴേക്കും മർഫി പെട്ടെന്ന് ഷോണിനോട് പറയും, ഹേയ് ഷോൺ, നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ആ ഒരു കൊലയാളിയോട് ചേർന്ന് ആ ഒരു സ്ഥലത്ത് നീ എന്തിനാ കുഴിയെടുക്കുന്നത്, നിന്റെ മകള് ഒരാൾ മരിച്ചുപോയി, അത് ശരി തന്നെയാണ്, പക്ഷേ രണ്ടാമതൊരു മകളില്ലേ, അവളുടെ ജീവിതം നീ നശിപ്പിക്കണോ, ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഷോണിന് അതൊന്നും ഇഷ്ടപ്പെടാതെ മർഫിയെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞ് അവൻ അടിക്കുകയെല്ലാം ചെയ്യുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ രാത്രി മുഴുവൻ ആ ഒരു കുഴിയെടുത്ത് ക്ഷീണിച്ചിട്ട് നേരെ ആ ഒരു ഷെഡിലേക്ക് വന്ന് ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് താഴെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിതറി കിടക്കുന്നു. അതെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ഷോണിൻ്റെ മകള്, ഇവൻ്റെ കാമുകി, അതേപോലെ തന്നെ റോബർട്ട, ഇവർ രണ്ടുപേരും അവസാനമായിട്ട് എടുത്ത ആ ഒരു ഫോട്ടോ അതിങ്ങനെ കാണുന്നതും അതെടുത്ത് നോക്കിയിട്ട് അതവിടെ മുകളിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് എന്നിട്ട് അവൻ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ മർഫിയും ഷോണും, കാരണം ഷോണിനെ കൊണ്ടാക്കുന്നത് മർഫിയാണ്, ബാറിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോലീസിനെ അടിച്ചിട്ടുണ്ട്, എന്നിരുന്നാലും തൻ്റെ സുഹൃത്തായതുകൊണ്ട് കേസൊന്നും എടുക്കാതെ ഷോണിനെ അങ്ങനെ വിട്ടിട്ടാണ് പറയുന്നത്, നിനക്കിപ്പോൾ എന്താ സംഭവിച്ചത്, നിന്റെ മകളുടെ ജീവിതവും നീ നശിപ്പിക്കുന്നു, നിന്റെ ഭാര്യ മരിക്കാറായിട്ടുള്ള ആ ഒരു സമയത്ത് പോലും നീ അവളുടെ കൂടെ ഇല്ലായിരുന്നു, നിനക്ക് എന്താ സംഭവിച്ചതെന്നില്ല എനിക്കറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പെട്ടെന്ന് മർഫിയുടെ അടുത്തേക്ക് നടന്നു നിന്നിട്ടാണ്, ശരി ശരി നിങ്ങൾ എന്തായാലും കൊണ്ടാക്കിയില്ലേ ഇവിടം വരെ, അത് മതി, അതിൽ കൂടുതൽ ഇനി സംസാരിക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞ് മർഫിയെ അവിടെ നിന്നും പറഞ്ഞുവിടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു ചെറിയ മരം ഉണ്ടല്ലോ അതിന് താഴെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഷോൺ പറയുന്നുണ്ട്, എൻ്റെ മകളുടെ ശരീരം കണ്ടുപിടിക്കാമെന്ന് നീ എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അത് ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ തന്നെയാണ്, ഞാൻ മരിക്കുന്നതിന് മുന്നേ എന്തായാലും അവളുടെ ശരീരം കണ്ടുപിടിച്ചിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഷോണിൻ്റെ ഭാര്യയെ പറ്റി ഹീറോ ഇങ്ങനെ ചോദിക്കുന്നതും അപ്പോഴാണ് ഷോൺ പറയുന്നത്, അത് ശരി തന്നെയാണ്, എൻ്റെ ഭാര്യ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് അവളുടെ ഒരേ ഒരു ആഗ്രഹം ഞങ്ങളുടെ മകളുടെ ശരീരം കിട്ടി, അതിന് നല്ലതുപോലെ ഒരു ചടങ്ങ് ചെയ്യണമെന്നായിരുന്നു, പക്ഷെ അതൊരിക്കലും കഴിഞ്ഞില്ല, അതിനുവേണ്ടിയാണ് ഞാൻ അവളുടെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോലും ഇവിടെ വന്ന് അവർ കുഴി എടുത്തുകൊണ്ടിരുന്നത്, പക്ഷേ അവളുടെ അടുത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടന്ന് അവൾ മരിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ ചോദിക്കും, എന്ത് ഒറ്റയ്ക്ക് കിടന്ന് മരിച്ചെന്നോ, അപ്പോൾ കൂടെ നിങ്ങളുടെ രണ്ടാമത്തെ മകള് റോബർട്ടയിലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അവൾ ഒരിക്കലും അവളുടെ അമ്മയുടെ അടുത്തില്ലായിരുന്നു, അവൾ എന്നോടൊപ്പം ഇവിടെ നിന്ന് എന്നെ സഹായിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയുടെ മുഖമെല്ലാം മാറുകയാണ്. എന്നിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ആ ഒരു ഷെഡിനടുത്തേക്ക് നല്ല സ്പീഡിന് വന്ന് അവനെടുത്ത് വെച്ച ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ നോക്കുന്നതും അപ്പോഴാണ് ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കാണ് അവൻ്റെ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇത്രയും കാലം മറന്നിരുന്നൊരു കാര്യം അവന് ഓർമ്മ വന്നിട്ട് അവൻ നേരെ റോബർട്ടിനെ കാണാനായിട്ട് ചെല്ലും. അങ്ങനെ നേരെ വീടിനകത്തേക്ക് വന്ന് റോബർട്ടിയുടെ കഴുത്ത് പിടിച്ചിട്ട് പറയും, എല്ലാ സത്യങ്ങളും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത്, എന്താണ് നടന്നതെന്ന് പറയുന്നതും കറക്റ്റ് സമയത്ത് അവിടെ മർഫി വരുന്നു. മർഫി വന്നിട്ട് ഹീറോ അടിച്ച് താഴെ കിട്ടിയിട്ടാണ് പറയുന്നത്, അവളുടെ സഹോദരിയെ കൊന്നതും പോരാഞ്ഞിട്ട് ഇപ്പം അവളെയും കൂടി കൊല്ലാൻ പോകണോ എന്നെല്ലാം ചോദിച്ച് ഹീറോയെ ഒരു അടി അടിക്കുന്നതും ഹീറോയുടെ ബോധം വീണ്ടും പോയിട്ട് താഴെ വന്ന് വീഴാണ്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരുമ്പോൾ അവൻ ഇപ്പോൾ ഒരു ഷെഡിനകത്ത് നിർത്തിയേക്കാണ്. അതുമല്ല മർഫി ആണെങ്കിൽ കയ്യിൽ തോക്കും വെച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്, അതുമല്ല കൂടെ റോബർട്ടയും. എന്നിട്ട് പറയും, ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല, എന്ത് തന്നെ വന്നോട്ടെ, നിന്നെ ഞാനിപ്പോൾ കൊല്ലാൻ പോവാണെന്ന് പറയുന്നതും ഹീറോ പെട്ടെന്ന് പറയും, പ്ലീസ് പ്ലീസ് എന്നെ കൊല്ലരുത്, എനിക്ക് ഇപ്പോഴാണ് പല കാര്യങ്ങളും ഓർമ്മ വന്നത്,
എനിക്കിപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നത്. ഒരിക്കലും ഞാൻ അവളെ കൊന്നിട്ടില്ല, ഞാൻ നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ പിന്നെന്തിനാ നീ 15 വർഷം ജയിലിൽ പോയി അവർ ശിക്ഷ അനുഭവിച്ചിട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അത് ഞാൻ പറഞ്ഞത് ശരിയാണ്, എനിക്കതിന് തെളിവുണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ എടുത്തു വെച്ച ആ ഒരു ഫോട്ടോ ഇപ്പോൾ മർഫിയെ കാണിക്കും. ആ ഒരു ഫോട്ടോ നോക്കുമ്പോഴത്തേക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും റോബർട്ടയും അവളുടെ സഹോദരി എടുത്ത ആ ഒരു ഫോട്ടോയാണ്. അതിലേ അവളുടെ ചേച്ചിയുടെ കഴുത്തിലുള്ള ആ ഒരു ചെയിൻ ഇപ്പോൾ റോബർട്ടയുടെ കഴുത്തിലുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ അവളോട് ചോദിക്കുക എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുന്നതും മർഫി പതിയെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവളുടെ കഴുത്തിൽ ആ ഒരു ചെയിൻ ഉണ്ട്. അപ്പോഴേക്ക് റോബർട്ട് പെട്ടെന്ന് ഇല്ലില്ല, ഇതെൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് എനിക്ക് തന്ന ചെയിനാണ്, അവൻ പറയുന്നത് കള്ളമാണെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇല്ല അത് വെറും കള്ളമാണ്, നിന്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഒരിക്കലും നീ നിന്റെ അമ്മയുടെ അടുത്ത് ഇല്ലായിരുന്നു, നീ നിന്റെ അച്ഛനെ സഹായിക്കാനായിട്ട് ഈ ഒരു ചതുപ്പ് നിലത്തിൽ തന്നെയായിരുന്നു ഉള്ളത്, അത് നിന്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതും റോബർട്ടാ പ്ലീസ് അങ്കിൾ, അവൻ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കാണ് എന്ന് പറഞ്ഞ് അവളവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ മർഫി പെട്ടെന്ന് ഹേയ് പ്ലീസ് റോബർട്ടാ അവിടെ നിൽക്ക്, ആ ഒരു ചെയിൻ അതെങ്ങനെയാ കിട്ടിയത്, അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുന്നതും റോബർട്ട് പെട്ടെന്ന് എന്താങ്കിൽ അവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അപ്പോൾ എൻ്റെ സഹോദരിയെ കൊന്നത് ഞാനാണെന്നാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതെ നിന്റെ സഹോദരിയെ കൊന്നത് നീ തന്നെയാണ്, അവൾ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് നിനക്ക് മാത്രമേ അറിയൂ, അതുകൊണ്ടാണ് ആ ഒരു സ്ഥലം നിന്റെ അച്ഛൻ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി നിന്റെ അച്ഛനോടൊപ്പം തന്നെ ചേർന്ന് റൂട്ട് മാറ്റി അദ്ദേഹത്തെ കൊണ്ടുപോയത്. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ ശരീരം എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് എനിക്കിപ്പോൾ നല്ലതുപോലെ മനസ്സിലായി. ആ ഒരു സ്ഥലം നിന്റെ അച്ഛൻ കുഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് നീ നല്ലതുപോലെ അദ്ദേഹത്തെ പറ്റിച്ചത്, അത് നീ തന്നെയാണ് ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ മർഫിക്കാണെങ്കിൽ 15 വർഷമായിട്ട് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച് ഇവിടേക്ക് വന്ന നമ്മുടെ ഹീറോ, അതേപോലെ തന്നെ 15 വർഷമായിട്ട് തൻ്റെ മകളുടെ ശരീരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന അവൻ്റെ സുഹൃത്ത്, ഇതിനിടയിൽ നീയാണോ അവളെ കൊന്നത് എന്നിങ്ങനെ മർഫി ചോദിക്കുന്നതും ആഹാ ഇവിടെയാണ് ഒടുക്കത്തെ ടെസ്റ്റ്. അപ്പോൾ ഹീറോ ചോദിക്കും, പറ എന്തിനാ നീ അവളെ കൊന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും ഇപ്പോൾ വേറെ വഴിയില്ലാതെ റോബർട്ടയും സത്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ്, എല്ലാത്തിനും കാരണം നീയാണ് എന്നും പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങും, നീ എന്നെയാണ് സ്നേഹിക്കേണ്ടിരുന്നത്, പക്ഷെ അവളെ നീ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ റോബർട്ട കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ ഹീറോയെ വൺ സൈഡായിട്ട് സ്നേഹിക്കുമായിരുന്നു. പക്ഷെ ഹീറോ സ്നേഹിച്ചതോ അവളുടെ സഹോദരിയെ. ഇത് ഇഷ്ടപ്പെടാതെ റോബർട്ട ഒരു ചാൻസ് കിട്ടിയതും അവളുടെ സഹോദരിയെ അവൾ തന്നെ കൊല്ലുമായിരുന്നു. എന്നിട്ട് ഈ ഒരു ചതുപ്പ് നിലത്തിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്തു. അപ്പോൾ 15 വർഷമായിട്ട് നമ്മുടെ ഹീറോ ചെയ്യാത്ത കുറ്റത്തിന് ആ ഒരു ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മർഫി പെട്ടെന്ന് ആ ഒരു വിലങ്ങെടുത്ത് അവളുടെ കയ്യിലേക്ക് ഇടുമ്പോഴത്തേക്ക് അവൾ പറയും, നിങ്ങൾ എന്താ ചെയ്യുന്നത്, എല്ലാം കഴിഞ്ഞു പോയി അവസാനിച്ചു, ഇനി എന്ത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, സാർ വേണ്ട അവളെയൊന്നും ചെയ്യണ്ട, എന്തായാലും ശിക്ഷ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അവളെ അറസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് ഒരു കാര്യമില്ല, ഷോണിനാണെങ്കിലും ഇനി ഇവള് മാത്രമേ ഉള്ളൂ, ഇവളെ കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യന് എങ്ങനെ താങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഇവളെ വെറുതെ വിടണമെന്ന് പറയുന്നതും നമ്മുടെ ഹീറോ തന്നെ ചെയ്തിട്ട് അവളുടെ വിലങ്ങ് ഇങ്ങനെ അഴിച്ചു മാറ്റാണ്. അപ്പോഴേക്കും നമ്മുടെ മർഫിക്കാണെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല, കാരണം ഹീറോയ്ക്ക് ആ ഒരു ശിക്ഷ വാങ്ങിക്കൊടുത്തതേ മർഫിയാണ്. അവൻ ആ ഒരു കുറ്റബോധം ഇപ്പോൾ തോന്നാൻ തുടങ്ങും. അതുകൊണ്ട് റോബർട്ട് അവിടെ നിന്ന് നടന്നു പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് തോക്കെടുത്ത് അവളെ തലയിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് പറയും, നിനക്ക് വേണമെങ്കിൽ ക്ഷമിക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ എനിക്ക് ഒരിക്കലും ഇത് ക്ഷമിക്കാൻ കഴിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും അടുത്തത് നമ്മുടെ ഷോണിനടുത്തേക്ക് ഹീറോയിനെ നടന്നു വരികയാണ്. എന്നിട്ട് ഷോണിനിപ്പോൾ ഈ ഒരു സത്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ഷോണിനോട് പറയും, നിങ്ങളുടെ മകൾ റോബർട്ടാ, അവൾ ഈ ഒരു നാട്ടിൽ നിന്ന് ഇനി നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഷോൺ പറയും, ഓക്കെ അത് കുഴപ്പമില്ല, അവളെങ്കിലും പോയിട്ട് രക്ഷപ്പെടട്ടെ, എൻ്റെയോ ജീവിതം എങ്ങനെ ആയിപ്പോയി, അവൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നിങ്ങനെ പറയുന്നതും ഹീറോ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു മൺവെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു ചെറിമരം ഉണ്ടല്ലോ അതിനടുത്തായിട്ട് ഒരു കുഴി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഷോൺ ഓടി വന്ന്, ഹേയ് നീ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ചെയ്തുകൂടാ എന്നും പറഞ്ഞ് അവനെ തള്ളി മാറ്റായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഹീറോ മാറുന്നില്ല. ഹീറോ അങ്ങനെ നിന്ന് കുഴി നല്ലതുപോലെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ അവൻ്റെ ഗേൾഫ്രണ്ട് ഷോണിൻ്റെ മകളുടെ ശരീരം ഇവിടെയാണ് റോബർട്ട കുഴിച്ചിട്ടിട്ടുള്ളത്. അതുമല്ല റോബർട്ട ആണെങ്കിൽ അവളുടെ അച്ഛൻ ഇവിടെ ഒരിക്കലും കുഴിക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലം മാത്രം വിട്ടുവെച്ചിട്ട് ബാക്കി എല്ലാ ഇടവും അവനെ കൊണ്ട് കുഴിയടിപ്പിക്കും. അങ്ങനെ ഷോൺ ഇത് കാണുന്നതും നോക്കുമ്പോഴത്തേക്കും അവരുടെ മകളുടെ ശരീരം വലിയ രീതിയിൽ അടുകാതെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അങ്ങനെ അത് കാണുന്നതും ഷോൺ ആണെങ്കിലും അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഹീറോ പറഞ്ഞ ആ ഒരു വാക്ക് അവൻ എന്തായാലും പാലിച്ചു. അതേപോലെ തന്നെ 15 വർഷമായിട്ട് ഇവൻ അനുഭവിച്ച ആ ഒരു കുറ്റബോധം അതെല്ലാം ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇനി അവന് സമാധാനമായിട്ട് ഉറങ്ങാം. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് നടന്നു പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.